മലയാളത്തിൽ തന്നെ ഒത്തിരിയേറെ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഓരോരോ സിനിമകളായിട്ട് ഓരോരോ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് മറ്റൊരു അണ്ടർ റേറ്റഡ് ആയി കിടക്കുന്നു എന്ന് തോന്നിയ ഒരു സിനിമയെ കുറിച്ചാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് തേര് എന്ന് പറയുന്ന മലയാള സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമിത് ചക്കാലക്കൽ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൺ, ബാബുരാജ്, അസീസ് നെടുമങ്ങാട്, അങ്ങനെ നല്ലൊരു താരനിരയുള്ള ഒരു ചിത്രമാണ് തേര്. അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഒരു കൊലപാതകം നടക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. എന്താ പറയുക, അധികാരമുള്ളവർ സാധാരണക്കാരെ എങ്ങനെ വേട്ടയാടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഇതൊരെന്താ പറയുക, മസ്റ്റ് വാച്ച് സിനിമയായിട്ട് ഞാൻ പറയുന്നില്ല, മറിച്ച് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു മനോഹര സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു കുഞ്ഞു ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമയും. അതിന് പ്രധാന കാരണം ഒട്ടും മോശമില്ലാത്ത പ്രകടനങ്ങളും അതോടൊപ്പം എൻഗേജിംഗ് ആയി കൊണ്ടുപോകുന്ന ആ ഒരു കഥാപശ്ചാത്തലവും ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫിയും ഒക്കെ തന്നെയാണ്. പ്രകടനത്തിന്റെ കാര്യത്തിൽ കലാഭവൻ ഷാജോണും ബാബുരാജും വിജയരാഘവനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അവിടെ ഒരു കോംപ്രമൈസിന്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു സിനിമ ഇതിനോടകം കണ്ടു കഴിഞ്ഞതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കാം. എങ്കിലും ചിലർക്കെങ്കിലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ട് കാണും. എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഒരു പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്തോ അങ്ങനെ കുറച്ച് സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്, അപ്പോൾ ഒരു സിനിമ കാണാം. അങ്ങനെ ഒരു രീതിയിൽ ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തേര് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗംഭീര സിനിമ, ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്നതിനപ്പുറം വൺ ടൈമായിട്ട് കണ്ടു നോക്കാവുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാമല്ലോ. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ അതിൻ്റേതായ പോരായ്മകളും നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളെയും നിരാശപ്പെടുത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ അണ്ടർ റേറ്റഡ് ആയി കിടക്കുന്ന മറ്റൊരു മലയാള സിനിമയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.